ഏറ്റവും വേഗത്തിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ള ആഹാരപദാർത്ഥമാണ് ഷവർമ. ഷവർമയിൽ നിന്ന് വിഷബാധയേറ്റ് ഒട്ടേറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷവർമ വിൽപ്പനയ്ക്കും ഉൽപ്പാദനത്തിനും 20 മാനദണ്ഡങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തിയത്. അവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഷവർമ കടകളിൽ പാലിക്കപ്പെടുന്നുണ്ടോ? ഷവർമ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിന് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. ഗുണനിലവാരമുള്ള ഇറച്ചിയും മറ്റ് ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് മാത്രമേ ഷവർമ നിർമ്മിക്കാവൂ. ഒപ്പം തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഷവർമ വിറ്റുപോയില്ലെങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കണം. പക്ഷേ കൊല്ലം നഗരത്തിലെ കടകളിലെ കാഴ്ചകൾ കണ്ടുനോക്കൂ. മാലിന്യങ്ങളും പൊടിപടലങ്ങളും കയറുന്ന തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറച്ചി, ഈച്ചകൾ നിറഞ്ഞ സ്ഥലത്ത് കുബൂസ് നിരത്തിയിട്ടിരിക്കുന്നു. കയ്യുറകളും തൊപ്പിയും ധരിക്കാതെ ഷവർമ നിർമ്മാണം, മയോണൈസ് സൂക്ഷിച്ചിരിക്കുന്നതും വൃത്തിയില്ലാതെ. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ ഒക്കെയുണ്ട്. അവ പൂർണ്ണമായും പാലിക്കാനാകില്ല എന്നാണ് കടയുടമകളുടെ നിലപാട്. അതിനകത്ത് നമ്മൾ എത്ര സമയം ഉപയോഗിക്കാമെന്നൊക്കെ വേണ്ടേ? അത് ഇപ്പൊ ആരും എഴുതുന്നില്ല. ആദ്യമേ ഞാനും എല്ലാം എഴുതുമായിരുന്നു. ഇപ്പൊ ആരും എഴുതാനോ അത് ഒരു പാക്കറ്റില് നമ്മളിപ്പോ ടൈമും ഇപ്പൊ പാക്ക് ചെയ്ത് തന്ന ടൈമും 2 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറായി. ഞാനത് എഴുതുമായിരുന്നു. അപ്പൊ എവിടെ നോക്കിയിട്ട് ആരും എഴുതുന്നില്ല. കൊല്ലത്തെ 2 കടകളിൽ നിന്ന് വാങ്ങിയ ഷവർമയാണിത്. സാധാരണ ഷവർമ വിൽക്കുന്ന സമയത്ത് അത് ഉൽപ്പാദിപ്പിച്ച സമയം, വിറ്റ സമയം, ഒപ്പം തന്നെ 2 മണിക്കൂറിൽ കഴിക്കണം എന്നുള്ള നിർദ്ദേശം, ഈ 3 കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തണം. എന്നാൽ നമ്മൾ വാങ്ങിച്ച 2 ഷവർമയിലും അങ്ങനെ ഒരു നിർദ്ദേശം കണ്ടിട്ടേയില്ല, അങ്ങനെ ഒരു നിർദ്ദേശം പാലിച്ചിട്ടില്ല. വൃത്തിഹീനമായ രീതിയിൽ തയ്യാറാക്കുന്നവയാണെങ്കിലും ഷവർമയ്ക്ക് പല കടകളിൽ പല വിലയാണ്. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ അതിനുശേഷമുള്ള ഒരാഴ്ച വലിയ രീതിയിലുള്ള പരിശോധനകൾ ഹോട്ടലുകളിൽ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം പിന്നീട് പരിശോധന കുറഞ്ഞു വരും. അതോടുകൂടിയാണ് നിയമങ്ങളെല്ലാം ലംഘിക്കുന്ന തരത്തിലേക്ക് ഹോട്ടലുടമകൾ മാറുന്നത്. കൊല്ലത്തെ നഗരത്തിലെ കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഷവർമ കടകളുണ്ട്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.